നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ശ്യാമ. ഇത് ഹസ്ബൻഡ് സച്ചിൻ, മോള് ശ്രീയ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. മോൾക്ക് കുഞ്ഞുനാൾ തൊട്ടേ അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ വൈകിയാണ് നമ്മൾ അറിഞ്ഞത്. പവർ വളരെ ഹയർ റേഞ്ചിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഗ്ലാസ് ഇല്ലാണ്ട് കുഞ്ഞിന് ഒട്ടും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളിപ്പം ഞങ്ങളുടെ അസൗകര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് 10 ദിവസം നിൽക്കാൻ പറ്റില്ല. എന്നാൽ പോലും പറ്റുന്ന ദിവസങ്ങളിൽ നിന്നിട്ട് മോൾക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തു. 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്. പക്ഷെ മോളിപ്പോ ഗ്ലാസ് ഇല്ലാണ്ട് വായിക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകൾ പറയുന്നില്ല. അതുപോലെ ഹസ്ബൻഡിന് കണ്ണിന്റെ അലർജി ഉണ്ടായിരുന്നു, ഷോർട്ട് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം. ഇതിനെല്ലാം 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്തതെങ്കിൽ പോലും വന്നപ്പോൾ 3ാമത്തെ വരി കണ്ണാടി ഇല്ലാണ്ട് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ 3ാമത്തെ വരിയും വായിച്ചു, 4ാമത്തെ വരി പകുതിയിൽ കൂടുതൽ വായിച്ചു, ലാസ്റ്റ് വരിയിലെ 2 ലെറ്ററും വായിച്ചു. അതും 5 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ മാത്രമേ ഉള്ളൂ. കണ്ണാടി ഇല്ലാണ്ട് 2 പേർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എനിക്കും IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന കാരണം ബാക്ക് പെയിന്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് എടുത്തു. ഞാൻ 3-4 ദിവസമേ എടുത്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാൻ കുറെ നേരം കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, പെയിൻ ഒട്ടും ഇല്ല. ഉറപ്പായിട്ടും നമ്മൾ ഇനി ട്രീറ്റ്മെന്റ് വീണ്ടും വരും. ഇപ്പോഴേ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരിലേക്ക് എത്തണമെന്ന് കരുതിയാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും. ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലും മാറ്റമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും വേണമെങ്കിൽ ഉറപ്പായി വരണം. ഗൂഗിളിൽ സാറിനെ വിശ്വസിക്കണം. താങ്ക് യു. എനിക്ക് ധാര 3 ദിവസം ചെയ്തിരുന്നു. അത് എനിക്ക് സ്ട്രെസ് ലോഡ് കൂടുതൽ കാരണം, തലവേദന ഉള്ളത് കാരണമാണ് ചെയ്തിരുന്നത്. ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ അത് ആ ചേഞ്ച് നടക്കുവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. സെക്കൻഡ് ഡേയും തേർഡ് ഡേയും കൂടുതൽ ഏറ്റവും രാത്രി കൂടുതൽ ഉറക്കം അല്ലെങ്കിൽ എനിക്ക് കൂടുതലാണ്. ഇതിപ്പോ നല്ല ഉറക്കമായി, സ്ട്രെസ് ഫ്രീ ആയി, എനിക്ക് ടെൻഷൻ ഇല്ല. എന്റെ ഹോർമോൺ ലെവൽസ് ഒക്കെ നോർമൽ ആയ കണക്കാണ്. വളരെ കൂളായി, വളരെ റിലാക്സിങ് ആയി. ഇവർക്ക് രണ്ടുപേരെയും ട്രീറ്റ്മെന്റ് ഉദ്ദേശിച്ചാണ് വന്നെങ്കിലും എനിക്കാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയത്. താങ്ക് യു സോ മച്ച്. മോളുടെ കേസിലും ഉണ്ടായ മാറ്റം അത് ഒരു അമ്മ എന്ന നിലയിൽ ബാക്കിയുള്ള അമ്മമാരിലേക്ക് എത്തട്ടെ. കാര്യം കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. താങ്ക് യു ചിത്ര ഡോക്ടർ, ഗോകുലൻ സാറ്, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം, ഫുഡെല്ലാം നല്ലതാണ്, വളരെ സെക്യൂർഡ് ആണ്. നമുക്ക് വീട് പോലെ നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് വിശ്വസ്തമായ ഒരു സ്ഥലമാണ് സത്യം. ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ റിവ്യൂ പറയുന്നത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം മോളുടെ ആ ഒരു ട്രോമ കണക്കായിരുന്നു നമുക്ക് ആക്ച്വലി പെട്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പൊ മോൾക്ക് വേണ്ടിയാണ് മെയിൻ ആയിട്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഇവിടെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാനും വൈഫും കൂടെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പം വെറും 5 ദിവസം കൊണ്ട് ഇത്രയും സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോൾ ലൈക്ക് റിയലി ഷോക്കിംഗ് ആക്ച്വലി. ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രാജുവലി ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. വെറും 5 ഡേയ്സ് കൊണ്ട് ഇത്രയും ഒരു സഡൻ ഇംപ്രൂവ്മെന്റ്, like all thanks to all the staffs, doctors, everyone here, like much appreciated. The environment, everything, like it's like anybody can come stay here, like you are staying in your home, like too good. Where ഒന്നും പറയാനില്ല. Sincere gratitude to everyone here, എല്ലാ സ്റ്റാഫും, even the cleaning staff, everyone, thanks a lot. Thank you from my family. Thank you. ഞങ്ങള് പ്രോപ്പർ വർക്കലയാണ്, ട്രിവാൻഡ്രം. ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. പക്ഷെ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത 3 ദിവസത്തിനുള്ളിൽ. എന്നിട്ട് പോലും ഞങ്ങള് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് വന്നത്. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോ ഈ ഒരു ചെറിയ ഗ്യാപ്പ്, ഞങ്ങൾ 7 ദിവസത്തെ ലീവിന് വന്നിട്ട് 5 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടായിട്ടാണ്, ഞങ്ങൾക്ക് ഇപ്പൊ എത്ര ചേഞ്ച് ഉണ്ടായിട്ടായിരിക്കും ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, കുഞ്ഞുമക്കളോട് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you.